Very, very good evening, everyone. Good evening to all of you. Namaskaram. Good evening. Good evening. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? ഹാപ്പി ആണോ? How are you doing? Okay, how is life? എന്താണ് ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്? കൺഫ്യൂസ്ഡ് ആണോ, അല്ലെങ്കിൽ ടെൻസ്ഡ് ആണോ, ആങ്സൈറ്റി ആണോ, കൺഫേംഡ് ആണോ? എന്താണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്? ഹൗ ആർ യു? വെരി വെരി ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണല്ലേ? ഒരു 12th എക്സാംസും ഡിഗ്രി എക്സാംസ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വളരെ ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണ്. നോട്ട് ഈസി ടു തിങ്ക് അബൌട്ട് all these all the areas. But before I start, is there anything that you have in mind? നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും കോഴ്സിനെ പറ്റി അറിയാനോ, അല്ല ഏതെങ്കിലും കോഴ്സിനെ പറ്റി, ഏതെങ്കിലും കോഴ്സ് ഒരു ആഗ്രഹമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ? എനിത്തിങ് ദാറ്റ് യു ഹാവ് you really want to know about or you have thought about? എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും അങ്ങനെ മൈൻഡിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള കോഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാവും നിങ്ങളെ മനസ്സിലാക്കാനും ആ ക്രൗഡിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും നിങ്ങളായിട്ട് എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്തെങ്കിലും കോഴ്സ് മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. അതുപോലെ നിങ്ങൾ +2 ആണോ ഡിഗ്രി ആണോ എന്താന്നുള്ളതും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ക്രൗഡിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. സോ ACCA എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ACCA ഓക്കെ, USCMA, ACCA ഓക്കെ, 12th കംപ്ലീറ്റഡ് ആണ്. ACCA, USCMA ഓക്കെ, CA or ACCA ഓക്കെ, CA or ACCA, CMA USA, ACCA or CMA USA ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മുടെ മൈൻഡിൽ കുറേ കോഴ്സസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അതൊന്ന് ഉറപ്പിക്കാം, അല്ലെ ഒന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ്. നമ്മളിന്ന് മേജർലി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസിനെ പറ്റി നമ്മൾ സംസാരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ വിൽ ഓൾസോ ഡീൽ വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്. കാരണം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും ECCA അല്ലെങ്കിൽ CMA USA പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് മാത്രമല്ല, ഡിഗ്രിക്കൊപ്പം പഠിക്കാനാണ് മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അവിനാഷ് കുളൂർ എന്നാണ്. ഞാനൊരു ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആണ്, ACCA മെമ്പർ ആണ്. ആൻഡ് ഞാൻ അക്കാഡമിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പൊസിഷൻ വൈസ് പ്രസിഡന്റ് ആണ്. പ്ലസ് ഞാനൊരു ഫാക്കൽറ്റിയും കൂടിയാണ്. ഒരു 14 years ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്നെ പറ്റിയിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്തായാലും നമുക്ക് സംസാരിക്കാം, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നിങ്ങളുടെ ഇനി പാരൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറയാം. കാരണം എല്ലാവരും ഒന്നിച്ച് ഇരുന്നാലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കുക. സോ everybody can come and join this session. So anyways, നമ്മൾ ഒന്ന് ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഗിവ് മീ എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. സോ okay, once I share, let me know whether it is visible. Okay, so എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ വിസിബിൾ ആണല്ലോ അല്ലേ? സോ ആസ് ഹെഡിങ് പറയുന്ന പോലെ, യു ആർ ഹിയർ ബിക്കോസ് യു വാണ്ട് ടു ടേൺ യുവർ കരിയർ ഗോൾസ് ഇൻ ടു റിയാലിറ്റി അല്ലേ? നിങ്ങൾക്ക് കുറെ കരിയർ ഗോൾസ് ഉണ്ടാവും, നിങ്ങളുടെ മൈൻഡിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ കരിയർ ഗോൾസിനെ റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏതൊരു സെഷൻസ്, വെബിനാർസ്, സെമിനാർസ് അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് സെഷൻസ് എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് വെൽക്കം ടു ദിസ് പർട്ടിക്കുലർ സെഷൻ. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ആക്കാം അല്ലെ? +2 കഴിഞ്ഞ് 21 വയസ്സാകുമ്പോഴത്തേക്ക് ലൈഫ് സെറ്റ് ആക്കാം എന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ലക്ഷ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, എത്ര പേര് ലക്ഷ്യയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ. ഇന്നൊരു വീഡിയോ ലക്ഷ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. ഒരു 20 വയസ്സിൽ ACCA ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ്. 20 വയസ്സായിട്ടുള്ളൂ, 21 പോലും ആയിട്ടില്ല.
അപ്പോൾ 20 വയസ്സിൽ ACCA ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡന്റിനെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ആക്ച്വലി സ്റ്റാർട്ടിങ് ടു വർക്ക്. സോ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് ആവണമെങ്കിൽ വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് ദ റൈറ്റ് കോഴ്സ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്യയുടെ വിഷൻ എന്ന് പറയുന്ന ലക്ഷ്യൻ ഇൻ എവറി ഗ്ലോബൽ ബ്രാൻഡ് എന്നാണ്. നമ്മുടെ മിഷൻ എന്ന് പറയുന്ന ട്രാൻസ്ഫോം ലൈഫ്സ് ത്രൂ അഫോർഡബിൾ ക്വാളിറ്റി ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നത് ലക്ഷ്യയുടെ സക്സസ് ഒരു 15 ഇയേഴ്സ് ആയിട്ട് ലക്ഷ്യക്ക് കൺസിസ്റ്റന്റ് റിസൾട്ട്സും കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലാറ്റിനം അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്ണർ ഓഫ് ACCA. ഈ വന്ന റിസൾട്ടിൽ തന്നെ ACCA CMA US റിസൾട്ട്സിൽ 4250 മേൽ സ്റ്റുഡൻസ് ആണ് പേപ്പേഴ്സ് പാസ്സായിരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ്, യുവർ സക്സസ് ഇസ് അവർ സക്സസ്, ലെറ്റ്സ് അച്ചീവ് ഇറ്റ് ടുഗദർ. അല്ലെ, നിങ്ങളുടെ സക്സസ് നമ്മുടെ സക്സസ് ആണ്. ഇന്ന് ലക്ഷ്യ സക്സസ്ഫുൾ ആണെങ്കിൽ അതിന്റെ പ്രധാന കാരണം സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ സൈഡിൽ കാണുന്ന ജോയൽ ആയിക്കോട്ടെ, ആനി ബിജു, അനഘ, ഡെന്നി തോമസ്, ഇവരെല്ലാം ലക്ഷ്യയിൽ പഠിച്ച് ഇന്ന് KPMG, EY, ഡെലോയിറ്റ്, PwC പോലെ കമ്പനീസിൽ പ്ലേസ്ഡ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, ACCA ക്വാളിഫൈഡ്സ് ആണ്. ഇതെല്ലാവരും മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്ലേസ്ഡ് ആണ്. 1,25,000 പ്ലസ് സ്റ്റുഡൻസ് ആണ് ലക്ഷ്യയിൽ വന്ന് അവരെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ലക്ഷ്യയുടെ 15 ഇയേഴ്സ് ഓഫ് ലെഗസി 2011 2 സ്റ്റുഡൻസുമായിട്ട് നമ്മൾ കൊച്ചിയിൽ തുടങ്ങിയ ശേഷം ഇന്ന് 2025 നിൽക്കുന്ന സമയത്ത് 1,60,000 ലേണേഴ്സ് ആണ് ലക്ഷ്യയിൽ വന്നു പോയിരിക്കുന്നത്. 1,60,000, ദാറ്റ് ഇസ് 1,25,000 എന്ന് പറയുന്ന അലുമിനൈസും 35,000 കറന്റ് സ്റ്റുഡൻസും. 350-ലടങ്കം ആൾക്കാർക്ക് ഗ്ലോബൽ നാഷണൽ റാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. 70% പ്ലസ് ആണ് നമ്മുടെ സക്സസ് റേറ്റ് വരുന്നത്. കാരണം നമുക്ക് മെന്റേഴ്സ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ആ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇതൊന്നും കേൾക്കാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? നിങ്ങൾ വന്നിരിക്കുന്നത് കോഴ്സസിനെ പറ്റി അറിയാനും കോഴ്സസ് എന്താന്ന് മനസ്സിലാക്കാനും കോഴ്സസിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഒബ്വിയസ്ലി ഞാൻ സ്ട്രേറ്റ് ടു ദ പോയിന്റ് പോവാം. പക്ഷെ അതിന് മുന്നേ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഡു യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്? അതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്? നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഡു യു റിയലി വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്? നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ ആഗ്രഹമുണ്ടോ? സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ എന്റെ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒബ്വിയസ്ലി എല്ലാവരും യെസ് 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 എന്നാ ടൈപ്പ് ചെയ്യുന്നത്. ഇതൊരു ഓബ്വിയസ് ചോദ്യമല്ലേ? ഇതിന് പ്രത്യേകിച്ച് ഒരു വലിയ ചോദ്യമൊന്നും അല്ലല്ലോ, അല്ലെ? എന്താണ് ആക്ച്വലി സക്സസ് എന്ന് പറയുന്നത്? സക്സസ് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല, സക്സസ് ഒരു ഡിസിഷനാണ്. നിങ്ങൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ വേൾഡ്, 80% of the people who are unsuccessful in their life is because of a wrong decision they took after 12th or degree. ഒരു റോങ് കരിയർ ചോയ്സ് കാരണമാണ് 80% ആൾക്കാരും ലൈഫിൽ എന്താവാത്തത്, സക്സസ്ഫുൾ ആവാത്തത്. റോങ് കരിയർ ചോയ്സ്. ഒരു റോങ് കരിയർ ചോയ്സ് എടുക്കുന്നതുകൊണ്ടാണ് സക്സസ് വരാത്തത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സക്സസ്. റൈറ്റ് ഡിസിഷൻ എടുക്കണം. റൈറ്റ് ഡിസിഷൻ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, സക്സസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഹാപ്പിനെസ് ആണ്, സന്തോഷമായിരിക്കണം, അതാണ് സക്സസ് എന്ന് പറയും. യു ഷുഡ് ബി ഹാപ്പി എന്നെപ്പോഴും പറയും. ഹാപ്പി ആയിരിക്കണം, സക്സസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മണി ആയിട്ട് കണക്റ്റഡ് ആണോ? പൈസ ആയിട്ട് കണക്റ്റഡ് ആണോ? യെസ് ഓർ നോ? ഇസ് ദിസ് ഹാപ്പിനെസ് കണക്റ്റഡ് വിത്ത് മണി? ഇസ് ദിസ് ഹാപ്പിനെസ് കണക്റ്റഡ് വിത്ത് മണി? എവിടേക്കോ ഹാപ്പിനെസ്സും മണിയും തമ്മിൽ കണക്ഷൻ ഇല്ലേ? മീൻസ് ഇഫ് ദർ ആർ 10 തിങ്സ് ദാറ്റ് മേക്സ് us ഹാപ്പി, അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? പൈസ വേണം. വേണ്ടേ? 6 മുതൽ 7 കാര്യങ്ങൾ ചെയ്യാനെങ്കിലും എന്ത് വേണം? പൈസ വേണം, അല്ലെ? 6 to 7 തിങ്സ് കാര്യം. സോ ദാറ്റ് മീൻസ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ നമ്മുടെ എന്ത് വേണം? നല്ലൊരു ജോബ് വേണം. നല്ല ജോബ് ആണെങ്കിൽ എന്ത് വേണം? നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം. എന്തുകൊണ്ടാണ് കൊമേഴ്സ് ഒരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം? സയൻസ് റൈറ്റ് ഡിസിഷൻ അല്ലാത്തതുകൊണ്ടല്ല, ഹ്യൂമാനിറ്റീസും അല്ലാത്തതുകൊണ്ട് കൊമേഴ്സും ഒരു റൈറ്റ് ഡിസിഷനാണ്. കാരണം കൊമേഴ്സ് ഒരു സ്ട്രീം മാത്രമല്ല, ഒരു ലോഞ്ച് പാഡാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ലോഞ്ച് പാഡ്, അതാണ് കൊമേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ലോഞ്ച് പാഡാണ്. നിങ്ങൾ ഹോസ്പിറ്റൽ എടുക്കുക, അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്.
അവിടെ അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി എടുക്കുക, അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവിടെ അക്കൗണ്ടിങ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ IPL എടുക്കുക, ക്രിക്കറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ അക്കൗണ്ടിങ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഫിലിം എടുക്കുക, ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഉണ്ട്, അക്കൗണ്ടിങ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും കോമൺ ആയി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്, ഒരു സ്ട്രീമാണ് കൊമേഴ്സ്. യെസ് ഓർ നോ? അല്ലേ? എല്ലാത്തിന്റെയും ഒരു കോമൺ സ്പേസ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് ഇസ് എ വെരി വെരി is a launch pad to any industry that you wish. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻഡസ്ട്രിയിൽ കയറാനുള്ള ലോഞ്ച് പാഡാണ്. പിന്നെ മൂന്നാമത്തത്, നിങ്ങൾ കൊമേഴ്സിൽ തന്നെ എന്തിന് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യണം, എന്തിന് പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണം? കാരണം നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ആ കോഴ്സ്, ആ കരിയർ നമുക്ക് തരുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. Second most important thing is the duration to study the course. Duration. എത്ര ഡ്യൂറേഷൻ എടുക്കും കോഴ്സ് പഠിക്കാൻ? Third most important is the study cost. എത്ര പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നാലാമത്തെ മാത്രമേ എന്തുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളൂ. നമുക്കത് താല്പര്യമുണ്ട്. കാരണം താല്പര്യം വരുന്നത് പഠിക്കുമ്പോഴും ചില സമയത്ത് സാലറി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി താല്പര്യം വരും. സോ ബേസിക്കലി നമ്മുടെ താല്പര്യം അറിയാൻ നമുക്ക് ആയിട്ടില്ല. സോ ടെക്നിക്കലി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിന്റെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഡ്യൂറേഷനുള്ളിൽ കംപ്ലീറ്റ് അക്കാഡമിക് ജേർണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ചു, 21-22 വയസ്സാകുമ്പോൾ നിങ്ങളൊരു കമ്പനിയിലൊക്കെ ജോലിക്ക് ചേരുവാണെങ്കിൽ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം 13 വർഷത്തെ എന്തുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇന്ന് എനിക്ക് 37 വയസ്സാണ്. ഓക്കെ, അതെനിക്ക് യുനോ ഇന്ന് ഞാൻ പറയാൻ കാരണം ആക്ച്വലി ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സോ ഐ എം സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ ടുഡേ. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ 22 വയസ്സാകുമ്പോഴാണ് ഞാൻ ജോലി ചെയ്തു തുടങ്ങി. ഏകദേശം 15 വർഷമായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, 15 years. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാലറി കിട്ടുന്നത് എൻ്റെ ക്വാളിഫിക്കേഷനെ കാട്ടും എന്താണ്, എൻ്റെ എക്സ്പീരിയൻസിനാണ്. 22 years ആകുമ്പോൾ ഞാൻ ജോലിക്ക് ചേർന്നിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു വർക്ക്. സോ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ, ചെറിയ ഏജിൽ തന്നെ നമ്മൾ ജോബ് ചെയ്തു തുടങ്ങും, നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന രീതിയെ കുറെയൊക്കെ മാറി. പണ്ടൊക്കെ നമ്മൾ CA പഠിക്കും, ACCA പഠിക്കും, USCMA പഠിക്കും. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കും. +2 കഴിഞ്ഞ ആൾക്കാർ BCom + ACCA പഠിക്കും, അല്ലെങ്കിൽ BCom + CMA USA പഠിക്കും, അല്ലെങ്കിൽ BVoc + ACCA പഠിക്കും. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ MBA + ACCA പഠിക്കും, MBA + CMA USA പഠിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ACCA പഠിക്കും, അതിനോടൊപ്പം എന്തായാലും BCom ചെയ്യും, ഓൺലൈനോ ഡിസ്റ്റന്റോ ആയിട്ട്. ഇപ്പൊ ലക്ഷ്യയിൽ പഠിക്കുന്ന എല്ലാവരും BCom പഠിക്കും, അല്ലെങ്കിൽ MBA പഠിക്കും. നിർബന്ധമായിട്ട് നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യും. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പെൻസ് ആണ്, പക്ഷെ ഗ്രാജുവേഷൻ ചെയ്യാൻ നമ്മൾ നിർബന്ധം. ഇപ്പൊ ഈവൻ CA പഠിക്കുന്ന കുട്ടിയും കൊണ്ട് BCom ചെയ്യാൻ പറയും. കാരണം ഗ്രാജുവേഷൻ ഒരു മസ്റ്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആർ ഗെറ്റിംഗ് പ്രോമിനന്റ് ഡേ ബൈ ഡേ. ഞാൻ കോഴ്സസ് ഒന്ന് വളരെ ക്വിക്ക് ആയിട്ടൊന്ന് ഗ്ലാൻസ് ചെയ്യാം. ആദ്യത്തെ കോഴ്സ് CA, ചാർട്ടേർഡ് അക്കൗണ്ടൻസി. ചാർട്ടേർഡ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി കൊടുക്കുന്ന കോഴ്സാണ് ചാർട്ടേർഡ് അക്കൗണ്ടൻസി. നിങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ടോപ്പ് ലെവലിൽ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ടോപ്പ് ലെവലിൽ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കോഴ്സാണ് CA, ACCA, CPA. ഞാൻ വീണ്ടും പറയുന്നു, CA പഠിച്ചാലും ACCA പഠിച്ചാലും CPA പഠിച്ചാലും നിങ്ങൾ എത്തുന്ന ജോബ് ഡൊമൈൻസ് സെയിം ആയിരിക്കും. നിങ്ങളിപ്പോ ഇന്ത്യൻ CA പാസ്സായാലും, നിങ്ങൾ ACCA പാസ്സായാലും, CPA പാസ്സായാലും, നിങ്ങൾ പാസ്സാവുന്നത് ദ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. CA ബേസിക്കലി 3 ലെവൽസ് ഉണ്ടാവും. ദാറ്റ് ഇസ് ബേസിക്കലി CA ഫൗണ്ടേഷൻ, CA ഇന്റർ ആൻഡ് CA ഫൈനൽ. +2 കഴിഞ്ഞ ആൾക്കാർ CA ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ CA ഇന്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യും. 4 മുതൽ 5 വർഷം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൊമേഴ്സ്, സയൻസ്, മാത്സ്, ഹ്യൂമാനിറ്റീസ് ഏത് ബാക്ക്ഗ്രൗണ്ട് കുട്ടിക്കും ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. 4 മുതൽ 5 വർഷം എടുക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം മാൻഡേറ്ററി 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞു, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ചാർട്ടേർഡ് അക്കൗണ്ടൻസി ആണ്. ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ 3 എക്സാം ഒരുമിച്ച് എഴുതണം. 3 പേപ്പർ ഒന്നിച്ച് പാസ്സാവും. 3 പേപ്പർ എഴുതി, അതിൽ 1 തോറ്റു, ബാക്കി 2 പാസ്സായ 3 റിപ്പീറ്റ് ചെയ്തു. കാരണം CA ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് സിസ്റ്റം ആണ്.
ദാറ്റ് ഈസ് നിങ്ങൾ പാസ്സാവുമ്പോൾ പേപ്പർ മാത്രമല്ല പാസ്സാവേണ്ടത്, ആ പേപ്പറിനൊപ്പമുള്ള എല്ലാ പേപ്പേഴ്സും, ആ ഗ്രൂപ്പ് മൊത്തത്തിൽ എന്ത് ചെയ്യണം? പാസ്സാവണം. ഗ്രൂപ്പ് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അതാണ് CA കോഴ്സ്. ഗ്രൂപ്പ് സിസ്റ്റമാണ് അത്. ഇന്ത്യൻ CA, CMA, CS എല്ലാം ഗ്രൂപ്പ് സിസ്റ്റമാണ്. ഏകദേശം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ 3,90,000+ ആൾക്കാർ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. 9 ലക്ഷത്തിലധികം ആൾക്കാർ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. CA ആസ്പിരൻസ് ഉണ്ട് ഇന്ത്യയിലും, ഇന്ത്യയുടെ പുറത്തെല്ലാം കൂടി ഇന്ത്യയിലാണ് കൂടുതൽ. സോ 28-25% ആണ് ജനറലി ഒരു പാസ് പെർസെൻറ്റേജ് ഉണ്ടാവുക. ലക്ഷ്യക്ക് ഏകദേശം 60-63% എന്തുണ്ട്? ആവറേജ് പാസ് പെർസെൻറ്റേജ് ഉണ്ട് CA. ഇതാണ് ഇന്ത്യൻ CA. അതെല്ലാം നിങ്ങൾക്ക് ഇതേ കോഴ്സ് പഠിക്കണം, പക്ഷെ ഇന്ത്യൻ ബോഡിയിൽ നിന്ന് പഠിക്കേണ്ട. നിങ്ങൾക്ക് ഒരു UK ബേസ്ഡ് ക്വാളിഫിക്കേഷൻ മതി. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാം, ഇന്ത്യയിൽ തന്നെ പഠിക്കാം, പക്ഷെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഒരു UK ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് ACCA ആണ്. അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. 180 രാജ്യങ്ങളിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. 180+ കൺട്രീസ്. ഇത് 12th കഴിഞ്ഞ ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 12th കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 13 പേപ്പേഴ്സ് ഉണ്ടാവും. ഡിഗ്രി കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 8 പേപ്പറേ ഉണ്ടാവുള്ളൂ. കാരണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് BCom കംപ്ലീറ്റ് ചെയ്തോളൂ 5 പേപ്പർ നിങ്ങൾക്ക് എക്സാംഷൻസ് കിട്ടും. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ യു ക്യാൻ ബിക്കം എ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. 2 മുതൽ 3 വർഷം. ഡിഗ്രി കംപ്ലീറ്റ് ആണെങ്കിൽ 2 വർഷം. +2 കഴിഞ്ഞിട്ടാണെങ്കിൽ 2.5-3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം ACC. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എക്സാം പേപ്പർ വൈസ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഒരു പേപ്പർ എക്സാം എഴുതും, അത് പാസ്സാവും. അടുത്ത പേപ്പർ എക്സാം എഴുതും, പാസ്സാവും. മൂന്നാമത്തെ പേപ്പർ എക്സാം എഴുതും, പാസ്സാവും. അങ്ങനെ ഓരോ പേപ്പർ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതും. ആ പേപ്പർ പാസ്സായ ആ പേപ്പർ കഴിഞ്ഞു. രണ്ടാമത്തെ പേപ്പർ പാസ്സായ രണ്ടാമത്തെ പേപ്പർ കഴിഞ്ഞു. സോ ടെക്നിക്കലി അത് പേപ്പർ ബൈ പേപ്പർ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എഴുതുക. ഇന്ത്യൻ CAയിൽ നിങ്ങൾ 3 സബ്ജക്റ്റ് ഒന്നിച്ച് എഴുതി ഒന്നിച്ച് പാസ്സാവണം. ACCയിൽ ഓരോ പേപ്പർ ആയിട്ട് എന്ത് ചെയ്താൽ മതി? പാസ്സായാൽ മതി. US CMA മാനേജ്മെന്റ് അക്കൗണ്ടിങ്, നേരത്തെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് എന്ത്? ACCA CA എന്ന് പറയും. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊരു ഫീൽഡ് ഉണ്ട് കൊമേഴ്സിൽ, അതിന്റെ ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് US CMA എന്ന് പറയും. ഒറ്റ വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 1 ഇയർ. ജനറലി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് US CMA ചൂസ് ചെയ്യുന്നത്. 12th കഴിഞ്ഞിട്ടും ചെയ്യാം, പക്ഷെ ഡിഗ്രി നിർബന്ധമാണ്. സോ നിങ്ങൾ ഡിഗ്രി എന്തായാലും ചെയ്യണം US CMA ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം നമുക്കൊരു 75% സക്സസ് റേറ്റ് ഉണ്ട് പല വിൻഡോസിലും. CMA USAയിൽ 2 എക്സാംസേ ഉള്ളൂ കേട്ടോ. 2 എക്സാംസ്. ACCയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 3,900+ സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്ത് പാസ്സായിട്ടുണ്ടായിരുന്നു വേരിയസ് പേപ്പേഴ്സ്. നമ്മളൊരു പ്ലാറ്റിനം അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണറാണ് ACCയുടെ. US CMAയിൽ 75% നമുക്ക് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. CMA USAയിൽ 2 എക്സാംസേ ഉള്ളൂ. 2 എക്സാംസ്. പാർട്ട് 1 പാർട്ട് 2 കഴിഞ്ഞു. CMA USAയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ ഓഫ് എക്സാംസ് കുറവാണ്. മനസ്സിലാണ്, നമ്പർ ഓഫ് എക്സാംസ് കുറവാണ്. 2 എക്സാംസേ ഉള്ളൂ. 12 സബ്ജക്ട് നിങ്ങൾ പഠിക്കും, പക്ഷെ 2 എക്സാമേ ഉള്ളൂ. എന്തുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ചൂസ് ചെയ്യണം? വൈ ഇന്റഗ്രേറ്റഡ് കോഴ്സസ്? അതൊരു വലിയ ചോദ്യമാണ്. 2 ക്വാളിഫിക്കേഷനും കിട്ടുന്നു ഒറ്റയടിക്ക്. മനസ്സിലാവുണ്ടോ? പിന്നെ ഇന്റഗ്രേറ്റ് കോഴ്സ് ചെയ്താലുള്ള ഗുണം 3 വർഷം ഡിഗ്രിക്കും ഒരു 3 വർഷം പ്രൊഫഷണൽ കോഴ്സിനും മാറ്റി വെക്കേണ്ട, ഒന്നിച്ച് പാസ്സാവും. 3+3 = 6 അല്ല, 3+3 = 3 ആണ്. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഒരു ഫാസ്റ്റർ കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവും. ഇൻഡസ്ട്രി റെഡി ആയിരിക്കും നിങ്ങൾ. കോസ്റ്റ് എഫിഷ്യന്റ് ആണ് ആൻഡ് ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് ആണ്. കാരണം നിങ്ങൾക്ക് ഡിഗ്രിയും ഉണ്ട്, കൂടെ എന്തുകൊണ്ട്? ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. The first option is BCom plus ACCA എന്ന് പറയും. That is BComനൊപ്പം ACCA പഠിക്കാം. 13 പേപ്പേഴ്സ് ACCയിൽ ഉണ്ടെങ്കിൽ BCom plus ACCA ചെയ്യുന്ന ആൾക്കാർക്ക് 9 പേപ്പർ വരെ എക്സംഷൻസ് കിട്ടും. That means 4 മുതൽ 7 പേപ്പർ എഴുതിയാൽ അവരെന്താവും? ACCA ക്വാളിഫൈ ചെയ്യും. 13 പേപ്പേഴ്സും എഴുതണ്ട. ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്ററിലാണ് ഈ എക്സംപ്റ്റഡ് പേപ്പേഴ്സ് ഉണ്ടാവുക. അതോടെ ഒരു 1 ഇയർ റിലാക്സ്ഡ് ആയി BCom plus ACCA. അതിനുശേഷമാണ് ACCA എക്സാംസ് വരിക. സോ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് BComഉം ACCയും കംപ്ലീറ്റ് ചെയ്യാം. +2 കഴിഞ്ഞ ആൾക്കാരാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, NAC A++ ഗ്രേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ACCA കിട്ടുന്നത്, BCom കിട്ടുന്നത്. അതുപോലെയാണ് BCom plus CMA USA. 12th കഴിഞ്ഞ് BCom plus CMA USA ഒരു 2 വർഷത്തിനുള്ളിൽ US CMA കംപ്ലീറ്റ് ചെയ്യാം, 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ 3 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് 2 കംപ്ലീറ്റ് ചെയ്യാം, BComഉം CMA USA. പിന്നെ വൊക്കേഷണൽ ഡിഗ്രി
ഡിഗ്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ബികോം പോലെയല്ല വൊക്കേഷണൽ ഡിഗ്രിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ബിവോക്ക് ആണ്. ബിവോക്ക് അത് വൊക്കേഷണൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. വൊക്കേഷണൽ ബികോം പോലെ ബിവോക്ക്. അവിടെയും 9 പേപ്പർ എക്സാം കിട്ടും. ACCയുടെ 4 പേപ്പർ എഴുതിയാൽ മതി. ACCയുടെ 4 പേപ്പർ എഴുതിയാൽ നിങ്ങളുടെ ബിവോക്ക് ആൻഡ് ACC കംപ്ലീറ്റ് ആവും 3 വർഷത്തിനുള്ളിൽ. അത് NSDC അപ്രൂവ്ഡ് കോഴ്സാണ്, വൊക്കേഷണൽ ആയതുകൊണ്ട് NSDC സർട്ടിഫിക്കറ്റ്സും കിട്ടും. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. MBA പ്ലസ് ACC ഉണ്ട്, MBA പ്ലസ് CMA USC. ദാറ്റ് മീൻസ് MBAക്കൊപ്പം ACC പഠിക്കാം. 2 അതിൽ 9 പേപ്പർ എക്സംഷൻ കിട്ടും നിങ്ങൾക്ക് MBA പ്ലസ് ACCയിൽ. 4 പേപ്പർ ACC എഴുതിയാൽ മതി. 4 പേപ്പർ 2 വർഷം കൊണ്ട് MBA ACCയും ക്വാളിഫൈ ചെയ്യും. അല്ലെങ്കിൽ MBA പ്ലസ് CMA USC ഉണ്ട്, MBAയുടെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്പൊ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് MBAയും CMAയും പാസ്സാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ MBAക്കും BCOMനും വേറെ തന്നെ സബ്ജക്ട് പഠിക്കണ്ട, ഈ സബ്ജക്ട് തന്നെയാണ് ഇതിലുള്ളത്. സോ 2 തവണ പഠിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ ആയിട്ട് 2 കോഴ്സും എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം ആ ഡ്യൂറേഷനുള്ളിൽ തന്നെ. ഏകദേശം ലക്ഷ്യക്ക് 6 ക്യാമ്പസ് ഉണ്ട് കേരളത്തിൽ. കണ്ണൂർ, കാലിക്കറ്റ്, തൃശ്ശൂർ, കൊച്ചി, കോട്ടയം, ട്രിവാൻഡ്രം 6 ക്യാമ്പസ് ഉണ്ട്. എല്ലാം ഹൈടെക് ക്യാമ്പസ് ആണ്. ഓക്കെ, സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ്. ലക്ഷ്യക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. ലക്ഷ്യ കോമേഴ്സ് ആപ്പ് എന്നാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് എൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് വിട്ടുപോയതായിരുന്നു. സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ലൈക്ക് ഐ സെഡ്, ഇതാണ് ഇതിൻ്റെ ഒരു മേജർ പോയിന്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. നമുക്ക് 6 ബ്രാഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും പോയി വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ സ്പീക്ക് ടു ദം. നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ഒരു കരിയർ കൗൺസിലിംഗ് സെഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം.
ഈ കരിയർ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡൗട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഫീസ് എങ്ങനെ പേ ചെയ്യും, എത്ര ഫീസ് വരും, ഡിസ്കൗണ്ട് അവൈലബിൾ ആണോ, സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ, എപ്പോഴാ ഫീസ് അടയ്ക്കേണ്ടത്, എത്ര കോസ്റ്റ് ആവും, ഇതെല്ലാം നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് 6 ബ്രാഞ്ച് ഉണ്ട് ലക്ഷ്യയുടെ, നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതെല്ലാം നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വീഡിയോ കോൺഫറൻസിങ് അറേഞ്ച് ചെയ്യും. ഓൺലൈനിൽ സൂമിലോ ഗൂഗിൾ മീറ്റിലോ ഒരു വീഡിയോ കോൺഫറൻസിങ് അവർ അറേഞ്ച് ചെയ്യും. ആ വീഡിയോ കോൺഫറൻസിങ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവരെ കൂടെ സംസാരിക്കാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാൻ പറ്റും. എനി ഡൗട്ട്സ് ദറ്റ് യു ഹാവ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ എന്നല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് കോൾ ബാക്ക് വേണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് കോൾ ബാക്ക് വേണമെങ്കിൽ ഐ ഗിവ് യു ആൻ ഓപ്ഷൻ. കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കോൾ ബാക്ക് കിട്ടും, ഈസി ആണിത്. ഞാനിപ്പോൾ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ ആ ലിങ്കിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ ലിങ്കിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൾ ബാക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ ലിങ്കിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഒരു സെഷൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു കോൾ ബാക്ക്. നിങ്ങൾക്ക് ആ ഒരു ഫോം എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദോസ് ഡീറ്റെയിൽസ്. ഓക്കെ, ഒന്ന് ഫില്ല് ചെയ്തോളൂ. ഐ ജസ്റ്റ് ഗിവ് യു 2 minutes. വലിയ യൂസ്ഫുൾ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 17 മുതൽ 25 വയസ്സ് വരെ, ഓൾമോസ്റ്റ് 8 years, വെരി വെരി ക്രൂഷ്യൽ 8 വർഷമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 8 years ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഡിസിഷൻ എടുക്കാം. ഈ 8 വർഷം നിങ്ങൾ എന്ത് പഠിക്കുന്നു, നിങ്ങളുടെ ഫസ്റ്റ് ജോബ് എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, ഇതെല്ലാം ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്തൊരു 30-40 വർഷത്തെ ജീവിതത്തിലെ ബാധിക്കും. So what is very important is to understand very important is to understand the importance of taking a decision now. നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഡിസിഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ വെരി വെരി ക്രൂഷ്യൽ ആണ് നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ. സോ മേക്ക് ഷുവർ ദാറ്റ് യു തിങ്ക്. കാരണം ലൈഫിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒരു 4 വർഷം അടിച്ചു പൊളിക്കുക. ഓക്കെ, അടിച്ചു പൊളിക്കുക. അത് പിന്നെ ഒരു 40 വർഷം കഷ്ടപ്പെടുക. രണ്ടാമത്തെ ഓപ്ഷൻ അടുത്തൊരു 4 വർഷം നല്ലോണം ഫോക്കസ് ചെയ്യുക, പഠിക്കുക, നല്ല സ്ഥലത്ത് പോവുക, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. പിന്നെ 40 വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആർക്കും ചെയ്യാം. കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, എനിത്തിങ്. മനസ്സിലാണ്. സയൻസ് സ്റ്റുഡൻസിനും സിമ്പിൾ ആയിട്ട് BCom വിത്ത് ACCA ചെയ്യാം. ഒരു ഡൗട്ടും വേണ്ട, ഒരു ഡിഫിക്കൽട്ടിയും ഫീൽ ചെയ്യില്ല. കാരണം ബേസ് എന്നാണ് തുടങ്ങുന്നത്, 0 എന്നാണ് തുടങ്ങുന്നത്. സയൻസ്, കൊമേഴ്സ് ആർക്കും ചെയ്യാൻ പറ്റും. എനി പേഴ്സൺ, എനിവൺ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കാരണം 0 എന്നാണ് തുടങ്ങുക പോർഷൻസ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ 12th മാർക്സ്, യുവർ 10th മാർക്സ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ലൈഫിൽ സക്സസ് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യും. എസ്പെഷ്യലി അത് ഇൻറ്റഗ്രേറ്റഡ് ആകുമ്പോൾ എന്തായി, അടിപൊളി, ഒന്നും പറയാനില്ല. മനസ്സിലാവണോ? കാരണം നിങ്ങൾ ഒരു ടൈം പീരീഡിനുള്ളിലാണ് 2 കോഴ്സും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ കാലഘട്ടത്ത് ഏറ്റവും നല്ല ചൂസ് ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് പഠിക്കുമ്പോൾ നിങ്ങൾ കോളേജിൽ നിന്നൊന്നും പഠിക്കരുത്. നിങ്ങൾ ലക്ഷ്യ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് പ്രോപ്പർലി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പഠിക്കാൻ പാടും. കാരണം നിങ്ങളുടെ ഫോക്കസ് BCom പാസ്സാവലല്ല, നിങ്ങളുടെ ഫോക്കസ് BCom പാസ്സാവലല്ല. നിങ്ങളുടെ ഫോക്കസ് എന്താണ്, ACCA പാസ്സാവലാണ്, അല്ലെങ്കിൽ USCMA പാസ്സാവാനാണ്, അല്ലെങ്കിൽ ഒരിക്കലും MBA പാസ്സാവാനല്ല, പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവാനാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു നോർമൽ കോളേജിൽ പോയിട്ട് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കരുത്. നിങ്ങളൊരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്തെന്ന് വിചാരിക്കുന്നു.
ഐ ഹോപ്പ് ദാറ്റ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. വീണ്ടും പറയുന്നു, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യൂ മക്കളെ, പഠിത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, ലൈഫ് സെറ്റ് ആവും. എൻ്റെ ലൈഫ് സെറ്റ് ആയിട്ടുണ്ട്. പഠിത്തം അത്ര ഡിഫിക്കൽട്ട് കാര്യമൊന്നുമില്ല. റൈറ്റ് പീപ്പിൾ, റൈറ്റ് മെന്റേഴ്സ് കിട്ടിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും, പഠിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സമയത്ത് എളുപ്പമുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടി കൂടും. ഒബ്വിയസ്ലി നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, പഠിക്കും നന്നായിട്ട്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യും, പഠിക്കുക. ഒരു 4-5 years ഓഫ് സ്ട്രഗിൾ ഞാൻ പറയില്ല, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ആണ് എഡ്യൂക്കേഷൻ. അപ്പോൾ മേക്സ് എ ബിഗ് ഡിഫറൻസ് ഇൻ ലൈഫ്. Okay, so thank you so much for joining this webinar. Thank you everyone for joining. I hope this session was useful to all of you. Hopingly that you will take a wonderful decision in your life and move ahead. Take a very strong decision. Study well. നിങ്ങൾ ACCA പഠിക്കണം, CMA പഠിക്കണം, എന്ത് പഠിക്കുകയാണെങ്കിലും നന്നായിട്ട് പഠിക്കൂ. എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യൂ, ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഓക്കെ, ഒരു വലിയ ജേണിയാണ് ജോബ് ലൈഫ് എന്ന് പറയുന്നത്. നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് IIC ലക്ഷ്യ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു ദ സ്റ്റുഡൻസ്. അടുത്ത സൺഡേ വീണ്ടും ഒരു വെബിനാർ ഉണ്ട്, ഉച്ചയ്ക്ക് 2:30. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറയൂ, ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് എവറി വൺ. താങ്ക് യു.